കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്ന് പൊന്നുണ്ണി കണ്ണൻ്റെ കളഭാലങ്കാരം കാണാൻ നല്ല തടിച്ചു വിട്ടിട്ടുണ്ട്. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. കളപ്പച്ചാർത്തിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അത്ര രസമായിട്ട് രണ്ട് കുഞ്ഞിക്കാലുമിനും പൊന്തളകളെ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുഞ്ഞിക്കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്ന കുഞ്ഞിക്കുമ്പോറങ്ങനല്ല, അത്യാവശ്യം വീർത്തുണ്ടാവും. ഉച്ചപൂജ നേദ്യമൊക്കെ കഴിച്ചിട്ട് നേദ്യം, പായസം, പഴപ്രഥമൻ, എലിശ്ശേരി, വറുത്തുപ്പേരി, പിന്നെ അത് തൈര്, വെണ്ണ, പാല്, പാൽപ്പായസം, പാലട, ത്രിമധുരം, ഇതൊക്കെ കഴിച്ചാൽ കുഞ്ഞിക്കുമ്പോൾ കുറച്ചിങ്ങനെ വീർത്ത് നല്ല കൗതുക കാണാൻ. ആ കുഞ്ഞിക്കുമ്പോൾ കുറച്ച് വീർത്ത് അതിൻ്റെ മുളാക്കി ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല കൗതുക. കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷം. അത്ര രസമായിട്ടൊരു ഉണ്ണി കാണാൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തൊരു മാല, രണ്ടിൻ്റെ നടുവിലൊരു സ്വർണ്ണ ഗോപി തിലകം, കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് തോളത്തും ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ കുഞ്ഞൊരു വെണ്ണുരുള. ഈ വെണ്ണയും പാലും നൈവേദ്യങ്ങളൊക്കെ കഴിച്ചാൽ എന്നാലും ഒരു വെണ്ണുരുള കയ്യിലുണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടൊക്കെ ഉണ്ട്. ഇത് രണ്ടും പിടിച്ചുകൊണ്ടേ ഉണ്ണിക്കണ്ണൻ നിൽക്കാൻ സന്തോഷം. ഉണ്ണിക്കണ്ണൻ്റെ സന്തോഷങ്ങളതൊക്കെ നമുക്കും കാണുന്നത് നല്ല സന്തോഷമാണ്. ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് നിൽക്കണ കാണാൻ. അതുപോലെ ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ഉച്ചപൂജ നൈവേദ്യം കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് ആ സന്തോഷത്തോടു കൂടി നിൽക്കണം ഉണ്ണിക്കണ്ണൻ. എന്തിനു വേണ്ടി? ഭക്തന്മാരായ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. അതിൽ പറഞ്ഞ് എന്താ വേണ്ടത്? അത്ര രസമായിട്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ നിൽപ്പ് കേട്ടോ. കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകമുണ്ട്. ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. അതായത് പറഞ്ഞാൽ കുഞ്ഞിക്കൊമ്പി നിർത്ത് നല്ല ഭംഗിയായിട്ടൊരുണ്ണി, നല്ല കൗതുകത്തിൽ. അതുപോലെ തിരുമുടി മാലകൾ 3 ചാർത്തിരിക്കണത്. വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂവും തുളസിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒന്ന്. പിന്നെ താമര തുളസിയായിട്ടൊന്ന്. പിന്നെ താമര മാത്രമായിട്ടൊന്ന്. അങ്ങനെ 3 തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, കുറച്ച് അതിൻ്റെ നടുവിൽ കുറച്ച് തുളസി, പിന്നെ തെച്ചിപ്പൂക്കൾ ധാരാളം, പിന്നെ തുളസി, അങ്ങനെ ഇടകൾ വെള്ള ചുവപ്പ് വെച്ച അങ്ങനെ നല്ല ഭംഗിയുള്ളത്. മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ട് പോലെ എന്നും പറയാം. ഇടയിൽ ഇങ്ങനെ നിറയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അതിൻ്റെ ഇടയിലൊക്കെ കുറേശ്ശെ തുളസിപ്പൂക്കൾ. പിന്നെ പൊന്നുണ്ണി കണ്ണൻ്റെ പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ മാലകളുടെ അടിഭാഗം തുളസിപ്പൂക്കളാണ്. തൃപ്പാദത്തിലാണ്, കണ്ണൻ്റെ തൃപ്പാദത്തിലാണ് തുളസിക്ക് സ്ഥാനം. അത്ര സന്തോഷമാണ് തുളസിക്ക്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് 2 ഉണ്ടമാല, 3 തിരുമുടി മാല. അതിൻ്റെ ഇടയിൽ തടിച്ചുരുണ്ട് നല്ല മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. എന്താ പ്രകാശ കളപ്പത്തിലൊക്കെ നല്ലതാണ്. രസമായിട്ടൊരു ഉണ്ണി കണ്ണനാണ് നിൽക്കണത്. നല്ല സന്തോഷത്തോടുകൂടി ഇതാണ് നിൽക്കണത്. അതുപോലെ തിരുമുടി മാലകൾ നമ്മൾ വിധാനമായിട്ടതാ താമരയും തുളസിയായിട്ട് 2 തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് 2 2 ഉണ്ടമാല. പിന്നെ വെളുത്ത പൂവും തുളസിയും മാത്രമായിട്ട് 1 ഉണ്ടമാല. അങ്ങനെ 2-3 ഉണ്ടമാല. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂവുണ്ട് ഒരു 3. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ്. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്, ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടക്കോഴിലും വെണ്ണൂറിലെയും പിടിച്ച് നല്ല സന്തോഷത്തോടുകൂടി നല്ല പുഞ്ചിരിയും നല്ല കൗതുകമാണ് കണ്ണൻ പുഞ്ചിരിക്കുന്നതാണ്. ഈ തിലകങ്ങളൊക്കെ വെച്ചാൽ ദൈവളക്കിൻ്റെ ശോഭയിൽ തിളങ്ങുന്നുണ്ട്. കണ്ണൻ്റെ ശോഭ അതിലേറെ തിളക്കം. അത്ര രസമായിട്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. വൈദ്യൻ്റെ പാകത്തിനു നിന്നു ദീനം മാറുന്നതിൽ ഭേദമെനിക്കു കൃഷ്ണ. നിൻ പാദപത്മങ്ങളിൽ വീണു രോഗം മാറാതെ ചാകുന്നത് തന്നെ എത്രേ. നാരായണ ഭ്രാന്ത് മുഴുത്തെനിക്ക് തെക്കും വടക്കും തിരിയാതെയായി. മാവേ പിലാവേ മുകിൽ വർണ്ണനെങ്ങു പോയെന്നു ചോദിച്ചു നടന്നിടണം. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. നാരായണ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കെ വെണ്ടർലയും പിടിച്ചത് തടിച്ചുരുണ്ട് മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമായിട്ടൊരു ആനന്ദക്കെട്ടായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ആ സച്ചിദാനന്ദക്കെട്ടുള്ള തിരുമുഖം നോക്കി എന്തൊരു കൗതുകം അറിയോ കാണാൻ. അങ്ങനെ ആ തൃപ്പാദത്തിൽ വീണം കിടന്ന് നമസ്കരിക്കാം നമുക്ക്. തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് കണ്ണാ അനുഗ്രഹിക്കണേ, കൈവെടിയരുതേ, കൂടെ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. ജപിക്കല്ലേ നാമം. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.